Hi students, last day നമ്മൾ ഡിസ്കസ് ചെയ്ത റോൾ ഓഫ് റിന്യൂവബിൾ എനർജീസ് ആയിരുന്നു ഓർ റിന്യൂവബിൾ റിസോഴ്സസ് ആയിരുന്നു. ഹൈഡൽ പവറിനെ ഡിസ്കസ് ചെയ്തു, സോളാർ പവറിനെ ഡിസ്കസ് ചെയ്തു, ഹൈഡൽ പവറിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ദെൻ ദ സോളാർ പവറിൻ്റെ യൂസസ് ആൻഡ് ഓൾസോ വൺ ഓഫ് ദ ത്രീ കേസ് സ്റ്റഡീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദി സിയാൽ വിച്ച് ഇസ് കൊച്ചിൻ എയർപോർട്ടിലുള്ള യൂസ്. So now we are moving on to the next portion, that is land resources. ലാൻഡ് റിസോഴ്സസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫോറസ്റ്റ് റിസോഴ്സ് കഴിഞ്ഞു, വാട്ടർ റിസോഴ്സ് കഴിഞ്ഞു, എനർജി റിസോഴ്സ് കഴിഞ്ഞു, മിനറൽ റിസോഴ്സ് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ഓൺ ടു ദി ലാൻഡ് റിസോഴ്സസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് നമ്മുടെ ലാൻഡ് ഇപ്പോൾ യൂട്ടിലൈസ്ഡ് ആയിരിക്കുന്നത്, എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് നോക്കിയാൽ വി ക്യാൻ സീ ദാറ്റ് അഗ്രികൾച്ചർ യൂസ് അബൌട്ട് 11% ഓഫ് ദ ലാൻഡ്, ഗ്രേസിംഗ് യൂസ് 22%, ഫോറസ്റ്റ് 30%, ആൻഡ് ഓൾസോ ഫോർ ദ ഡ്വെല്ലിംഗ് ഹ്യൂമൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഓൾമോസ്റ്റ് 37%. ദിസ് ഇസ് ദ പാറ്റേൺ ഓഫ് ലാൻഡ് യൂട്ടിലൈസേഷൻ ഇൻ ദ വേൾഡ്. And if we are seeing what are the land resource, soil ആണ് മെയിൻ അല്ലേ. ലാൻഡിലുള്ളത് എന്താ? സോയിൽ. സോ സോയിൽ ഇസ് ദി നാച്ചുറൽ റിസോഴ്സ് ഫ്രം ദി ലാൻഡ്. ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് യൂസസ്? മെക്കാനിക്കൽ സപ്പോർട്ട് ടു വെജിറ്റേഷൻ. സോയിൽ ഇല്ലാതെ വെജിറ്റേഷൻ നടക്കില്ല. സോ ഇറ്റ് ഇസ് ഫോർ ദി മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദി വെജിറ്റേഷൻ. നെക്സ്റ്റ്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. വാട്ടർ ഹോൾഡ്, പ്ലാന്റ്സിന് വാട്ടർ ആൻഡ് സോയിൽ വേണം, മിനറൽസ് വേണം. സോ soil is a reserve of minerals and it has a higher വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. വെള്ളം പിടിച്ചെടുത്താനുള്ള കഴിവ് സോയിലാണ്. ഡ്രൗട്ട് വന്നാൽ മാത്രമാണ് സോയിൽ ഡ്രൈ ആയി പോകുന്നത്. ഇൻ അതർ ഓൾ കേസ് വാട്ടർ ഇസ് ഹോൾഡഡ് ബൈ ദി സോയിൽ. അതിൻ്റെ പോറോസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി വെച്ച്, അതിൻ്റെ ടെക്സ്ചർ സ്ട്രക്ചർ വെച്ചിട്ടാണ് വാട്ടർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൺലി ഓൺ ദ റിക്വയർമെൻറ്റ് ഇറ്റ് വിൽ ബി ഗിവൻ ടു ദ പ്ലാന്റ്സ്. അയൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി, ദാറ്റ് ഇസ് അവൈലബിലിറ്റി ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്. സോയിൽ ഒരു റിസർവ് ആണ് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസിന്. സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം, ദെൻ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, എവറിത്തിങ് ഇതെല്ലാം സോയിലുണ്ട്. സോ ഇറ്റ് ഇസ് എ റിസർവ് ഓഫ് റിസോഴ്സസ് ആൻഡ് അത് അയൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി കൊടുക്കും. പ്ലാന്റിന് എന്താണ് വേണ്ടാത്തത് അത് സോയിൽ കൊടുക്കും. ആൻഡ് അതാണ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒരു ഇൻട്രാക്ഷനിലാണ് എക്സ്ചേഞ്ച് ഓഫ് മിനറൽസ് നടക്കുന്നത്. അതാണ് അയൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ പ്രിവെൻറ്റ്സ് എക്സസീവ് ലീച്ചിങ് ഓഫ് ന്യൂട്രിയൻസ്. നോർമലി നമ്മുടെ ന്യൂട്രിയൻസ് ലീച്ച്ഡ് ആവും. കുറേ വാട്ടർ ലോഗിങ് കണ്ടീഷൻ അല്ലെങ്കിൽ വാട്ടർ ഇങ്ങനെ വെറുതെ പോകുമ്പോൾ ലീച്ചിങ് കണ്ടീഷൻ വരും. ബട്ട് സോയിൽ വിൽ ട്രൈ ഹാർഡ് ടു കീപ്പ് ഓൺ ദിസ് ന്യൂട്രിയൻസ് വിത്ത് ദം. അത് ഹോൾഡ് ചെയ്യും. ന്യൂട്രിയൻസിനെയും വാട്ടറിനെയും എല്ലാം സോയിൽ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ് thereby prevents the leaching of nutrients. Then bacteria, decomposing organic matter. സോയിലാണ് ബാക്ടീരിയ ഉള്ളത്. മെനി ബാക്ടീരിയസ് ആർ ദർ ആൻഡ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഡീകമ്പോസിങ് ദ ഓർഗാനിക് മാറ്റർ. സോയിലുണ്ടാകുന്ന ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്താലേ ബാക്കി പ്രോസസ്സ് നടക്കുകയുള്ളൂ. നമ്മൾ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഒരു ന്യൂട്രിയൻ സൈക്കിൾ ഉണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സോയിൽ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ടു മെയിൻറ്റെയിൻ ദ ന്യൂട്രിയൻ സൈക്കിൾ. ദാറ്റ് ഈസ് ടു ഫോർ എ ആസ് എ home, a habitat for the bacteria. These are the land resources use. Now, how we are degrading the land? എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഡിഗ്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളുണ്ട്, അതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ലാൻഡ് ഡിഗ്രഡേഷൻ? ലോസ് ഓഫ് ഫെർട്ടിലിറ്റി ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് സോയിൽ. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ സോയിലിൻ്റെ പ്രൊഡക്ടിവിറ്റി നശിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഫെർട്ടിലിറ്റി നശിപ്പിക്കുക, ഇതിനെയാണ് ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. അതിന് പല പല കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? സോയിൽ ഇറോഷൻ, മണ്ണൊലിച്ചിൽ കാണുന്ന ലാൻഡ് പോകും. അപ്പം മണ്ണൊലിയുമ്പോൾ വെള്ളം വരുന്നു, മണ്ണൊലിഞ്ഞു പോകുന്നു. സോ ദ ടോപ്പ് ലെയർ ഓഫ് ദ സോയിൽ വിൽ ബി ലീച്ച്ഡ് ഔട്ട്. ടോപ്പ് ലെയറിലാണ് നമ്മൾ ന്യൂട്രിയൻസ് കുറേ ഉള്ളത്. അണ്ടർഗ്രൗണ്ട് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഹാർഡായിരിക്കും. അവിടെ നിന്ന് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ കുറവായിരിക്കും. സോ ഇറ്റ് ഡസ് ഡിഗ്രേഡ് ദ ലാൻഡ്, ദാറ്റ് ഇസ് സോയിൽ ഇറോഷൻ. സെക്കൻഡ് വൺ സലാനേഷൻ. വാട്ടർ ലോഗിങ് കണ്ടീഷൻ വരുന്നു. വാട്ടർ ലോഗിങ് കണ്ടീഷൻ വരുമ്പോൾ സോയിൽ കണ്ടൻറ്റ് കൂടുന്നു. സോയിൽ കണ്ടൻറ്റ് കൂടുമ്പോൾ ബേസിക് ആവും, സോയിൽ ആൽക്കലൈൻ ആയി പോകും. സോ ഇറ്റ് വിൽ ലീഡ് ടു ലാൻഡ് ഡിഗ്രഡേഷൻ. ഒരു ക്രോപ്സും അവിടെ പിടിക്കത്തില്ല. ഉപ്പ് രസമുള്ള മണ്ണിൽ ചെടികളൊന്നും പിടിക്കത്തില്ല. അതിന് സ്പെഷ്യലായിട്ട് ചില ചെടികൾ മാത്രമാണ് ഉപ്പ് രസമുള്ള സോയിലുണ്ടാവുക. ദാറ്റ് ഈസ് സാലനിറ്റി. ദെൻ വാട്ടർ ലോഗിങ്. സിമിലർലി എന്തെങ്കിലും ഫ്ലഡ് അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടർ ലോഗിങ് കണ്ടീഷൻ വരുന്നു, അങ്ങനെ ലാൻഡ് ഡിഗ്രേഡ് ചെയ്യാം. ദെൻ ഡെസേർട്ടിഫിക്കേഷൻ, അത് നമ്മളുടെ കേസാണ്. ഇത് നമുക്ക് അത്ര കൺട്രോൾ ഉണ്ടാവില്ല. ബട്ട് ഡെസേർട്ടിഫിക്കേഷൻ ഈസ് വൺ ഓഫ് ദി മേജർ കോസ് ഡ്യൂ ടു ഹ്യൂമൻ ആന്ത്രോപോളജിക്ക് ഒരു ഫാക്ടറാണ് ഡെസേർട്ടിഫിക്കേഷൻ വരുന്നത്. അതെന്താ? നമ്മൾ മരങ്ങൾ വെട്ടുന്നു. ഡിഫോറസ്റ്റേഷൻ ലീഡ് ടു ഡെസേർട്ടിഫിക്കേഷൻ. മരങ്ങൾ വെട്ടുന്നു. സോ the plants will not be there to hold on the soil and this leading to the desertification. സോയിൽ ഇല്ലെങ്കിൽ മണ്ണ് വെള്ളം സൂക്ഷിക്കാൻ പറ്റത്തില്ല.
later leading to desertification. The number of deserts in our area is increasing day by day. ഒരു ദിവസം കൂടുമ്പോൾ ഡെസേർട്ട്സുകൾ കൂടി വരിക. നമുക്ക് ആകെ പണ്ടറിയുന്ന ഒരു സഹാറ ഡെസേർട്ട് ആയിരുന്നു. ബട്ട് നൗ വി ആർ മൂവിങ് ഓൺ ടു നമ്മളുടെ ഏരിയ വരെ ഡെസേർട്ട് കണ്ടീഷനിലേക്ക് മാറുക. ചില സമയത്ത് നമ്മൾ നോക്കാറുണ്ട്, ചൂട് സമയമായിരുന്നു, ഇപ്പം മഴയാണ്, ചൂട് സമയത്തൊക്കെ നമ്മുടെ ലാൻഡ് ഭയങ്കര ഡ്രൈ ആവും. നമ്മൾ ചെടിക്ക് 2-3 തവണയൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരും. പണ്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടേ ഇല്ല. ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ദ ഡെസേർട്ടിഫിക്കേഷൻ. ഡിഫോറസ്റ്റേഷനൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജം കൾട്ടിവേഷൻ, അതെന്ന് പറഞ്ഞാൽ ഒരു ക്രോപ്പ് ഫുൾ നട്ട് കഴിഞ്ഞ് അത് അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അവസാനം അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറേ സ്റ്റബിൾസ് ബാക്കി റെസിഡ്യൂ ആയിട്ട് നമ്മുടെ ഫീൽഡിലുണ്ടാവും. അതെല്ലാം റിമൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പണ്ടത്തെ ആൾക്കാരും ഇപ്പോഴത്തെ ചില ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫുള്ളി അങ്ങ് ബേൺ ചെയ്യും. ആ സ്റ്റബിൾസിനെ മൊത്തത്തിൽ അങ്ങ് ബേൺ ചെയ്ത് കളയും. ഇൻ ദാറ്റ് കേസ് ബേൺ ചെയ്യുമ്പോൾ എന്താ പറ്റുക, ആ റെസിഡ്യൂ അവിടെ കത്തിത്തീരുന്നു. ബട്ട് ഇറ്റ് വിൽ ഓൾസോ ഡിസ്ട്രോയ് ദ ലാൻഡ്. ആ ലാൻഡേ ഡിസ്ട്രോയിഡ് ആവുന്നു. ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ദസ് ദ ലാൻഡ് ഗെറ്റ് ഡീഗ്രേഡേഷൻ. അപ്പോൾ സോയിൽ ഫെർട്ടിലിറ്റി ഓൾമോസ്റ്റ് കുറയും. ചില ന്യൂട്രിയൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടും. ഇങ്ങനെ കത്തിക്കുമ്പോൾ കാർബൺ കണ്ടന്റ് കൂടും. ബട്ട് സം ഓഫ് ദ അതർ ന്യൂട്രിയൻസ് വിൽ ബി ലാക്കിംഗ് ഇൻ ദ സോയിൽ. അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. നെക്സ്റ്റ്, അർബനൈസേഷൻ. നമ്മൾ നോർമലി അർബനൈസേഷൻ എന്ന് വെച്ചാൽ ലാൻഡ് കൺവേർട്ട് ചെയ്തിട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസിന് മാറ്റുന്നു, ഒരു അർബനൈസേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ട്രീസ് കട്ട് ചെയ്യുമ്പോൾ ലാൻഡ് ഡിഗ്രഡേഷൻ നടക്കുന്നു. ഇറ്റ് ഈസ് എ നോർമൽ കോസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു. ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തു നിന്ന് മണ്ണങ്ങ് കുത്തനെ അങ്ങ് ഇടിഞ്ഞ് വേറൊരു ഏരിയയിൽ വന്ന് വീഴുന്നു. ഇൻ ദാറ്റ് കേസ് ഇപ്പോൾ ഒരു വെജിറ്റേഷനുള്ള ഏരിയ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു സോയിലുള്ള ഏരിയ ആയിരുന്നു. ബട്ട് എന്തെങ്കിലും ഒരു കെലാമിറ്റി കാരണം ഇതങ്ങ് ഇടിഞ്ഞ് ഈ മണ്ണിൻ്റെ മേളിൽ വരുമ്പോൾ ദ ക്രോപ്സ് ഇൻ ദാറ്റ് പ്ലാൻ വിൽ ഡിസ്ട്രോയ്. ആ ഏരിയയിലുള്ള ക്രോപ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എല്ലാം ഡിസ്ട്രോയ്ഡ് ആവും. ആൻഡ് ഈ സോയിൽ വന്ന് വീഴുന്ന സോയിൽ എന്ന് പറഞ്ഞാൽ അത്ര ഫെർട്ടൈൽ ആവണമെന്നില്ല. സോ ദ ലാൻഡ് ഗെറ്റ്സ് ഡിഗ്രേഡഡ്. അതങ്ങനെ കിടക്കും. ഇപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ തന്നെ നോക്കുക, ലാൻഡ് സ്ലൈഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് വരുമ്പോൾ ഇത് ഇടിഞ്ഞ് താഴെ വീഴും. പിന്നെ ആ ഏരിയ ഒരു ബാരൽ ലാൻഡ് ആയി കിടക്കും. ഒന്നുമില്ല, വെജിറ്റേഷനൊന്നുമില്ല. പിന്നെ കുറേ നാളുകളെടുക്കും അതിന് വെജിറ്റേറ്റീവ് ആവാൻ. ദസ് ഇറ്റ് ഈസ് ഡിഗ്രേഡിങ് ദ ലാൻഡ്. ദെൻ സോയിൽ പൊല്യൂഷൻ. നോർമലി സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഫെർട്ടിലൈസറിൻ്റെ യൂസ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡിൻ്റെ യൂസ് കാരണം വാട്ടർ ബോഡീസിൽ കയറി അത് സോയിലിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിലും ലാൻഡ് ഡിഗ്രേഡ് ആവും. അവിടെ കൾട്ടിവേഷൻ ഒന്നും നടക്കത്തില്ല. ദിസ് ഇസ് സോയിൽ പൊല്യൂഷൻ. ദീസ് ആർ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ ലാൻഡ് ഡിഗ്രേഡേഷൻ. വളരെ soil erosion, salination, water logging, desertification, shifting cultivation, urbanization, landslide and soil pollution. സോ ഇപ്പം നമ്മൾ ഡിഗ്രഡേഷന് കാരണങ്ങൾ കണ്ടുപിടിച്ചു. ഇനി അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ നമുക്ക് അതിൻ്റെ കോസസ് എന്താണ്, അതുപോലെ അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഡിഗ്രഡേഷൻ മീൻസ് എ ചേഞ്ച് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് സോയിൽ വിച്ച് അഡ്വേഴ്സ്ലി എഫക്ട്സ് എ ഫെർട്ടിലിറ്റി. നേരത്തെ പറഞ്ഞു, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ നശിക്കുന്നതിനെയാണ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റി മാറുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്ന കുറേ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ സോയിലിൽ ഫെർട്ടിലിറ്റി കുറയുകയാണ്. അതിനെയാണ് ഡിഗ്രഡേഷൻ എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ഡയറക്റ്റ് ഇൻ്റർഫറൻസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്നത് സോയിൽ ഡിഗ്രേഡ് ചെയ്യാൻ കാരണം നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസ് കാരണമാണ്. സോ വോട്ട് ഇസ് ലാൻഡ് ഡിഗ്രഡേഷൻ, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, ലെസ് വെജിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. ദെൻ വാട്ട് ആർ ദ കോസസ്, അത് നേരത്തെ ഡിസ്കസ് ചെയ്തു. ഡിഫോറസ്റ്റേഷൻ, ഓവർ ഗ്രേസിങ്, അഗ്രികൾച്ചർ പ്രാക്ടീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഇതെല്ലാം ഓൾമോസ്റ്റ് ഈ പോയിൻറ്റ്സ് എല്ലാം തന്നെ ഈ ഫാക്ടേഴ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ മൂവ് ടു ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഹൗ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം? ലാൻഡ് ഡിഗ്രേഡ് ചെയ്യുന്നത് ഒരു മോശമാണ്. അതപ്പോൾ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും? ഫസ്റ്റ് വൺ ഇസ് സ്ട്രിപ്പ് ഫാമിങ്. സ്ട്രിപ്പ് ഫാമിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ ക്രോപ്സിനെ നമ്മൾ ഒറ്റയടിക്ക് മൊത്തത്തിൽ അങ്ങ് നടാതെ സ്ട്രിപ്പായിട്ട് നടും. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈനായിട്ട് നടും. അങ്ങനെ ലൈനായിട്ട് നടക്കും. ആ സോയിലിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ക്രോപ്സിന് കൂടുതലായി. ആ ക്രോപ്സ് അവിടെ നല്ല ഉറച്ച വേരുണ്ടാവും. സോ ഇറ്റ് വിൽ ഹോൾഡ് ഓൺ ദ സോയിൽ and thus it will reduce the soil erosion, which is one of the case of land degradation. Similarly, crop rotation. ഒരേ ക്രോപ്പ് തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഫെർട്ടിലൈസറെ കൊടുക്കും. ഇപ്പം നമ്മൾ ഒരു അരി
പാഡി കൾട്ടിവേഷൻ ചെയ്യുന്നു. പാഡി കൾട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും സീസണിൽ പാഡി കൊടുക്കുമ്പോൾ ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി മൊത്തത്തിൽ നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെയും അതേ ഫെർട്ടിലൈസർ കൊടുക്കുന്നു. അങ്ങനെ സെയിം ഫെർട്ടിലൈസർ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ഫീൽഡിൽ തന്നെ കൊടുക്കുന്നു. ഇൻ ദാറ്റ് കേസ് ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി പോകുന്നു. ബാക്കിയുള്ള മിനറൽസിന് ആവശ്യമില്ല പ്ലാന്റിന്. ഒൺലി ഒരു ഒരു ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഒരു മിനറലിൻ്റെ ആവശ്യം, ഒന്നോ രണ്ടോ മിനറലിൻ്റെ മാത്രം ആവശ്യം. സോ അതേഴ്സ് വിൽ ഗെറ്റ് ഡിപ്ലീറ്റഡ്. അങ്ങനെ ആ ലാൻഡ് ഒൺലി ഫോർ പാഡി എന്ന രീതിയിലാവും. അതും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനും പറ്റാണ്ടാവും. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടൈം നമ്മളുടെ സെരിയൽ ക്രോപ്സ് വെച്ചാൽ നെക്സ്റ്റ് ടൈം പൾസ് ക്രോപ്പ്, അതുപോലെ ഓയിൽ സീഡ് ക്രോപ്സ് അല്ലെങ്കിൽ ഫ്ലോറിക്കൾച്ചർ, അങ്ങനെ പല രീതിയിലുള്ള ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ന്യൂട്രിയൻസിനെ നമുക്ക് റിസർവ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം വേണ്ടാത്ത ന്യൂട്രിയൻസ് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ വേണ്ടി വരും. ആ ഫെർട്ടിലൈസർ ചിലപ്പോൾ കൊടുക്കേണ്ടി വരത്തില്ല സോയിലിന്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ വിൽ ഇൻക്രീസ്. നെക്സ്റ്റ്, റിഡ്ജ് ആൻഡ് ഫറോ ഫോർമേഷൻ. റിഡ്ജ് ആൻഡ് ഫറോ ഫോർമേഷൻ വെച്ചാൽ കൂനയും കുഴിയുമായിട്ടുണ്ടാക്കുന്നത്. നമ്മൾ ചിലയിടത്ത് കാണാറുണ്ട്. ഇപ്പം നമ്മൾ തടയെടുക്കുന്നത്, ഒരു ചെടി ഇങ്ങനെ നട്ടിട്ട് അതിന് തടയെടുക്കാറുണ്ട്. തടയെടുക്കുമ്പോൾ എന്താ, ഇതിനുള്ളിൽ വെള്ളം നിൽക്കും, അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള സോയിൽ അവിടെ തന്നെ കൺസേർവ്ഡ് ആയിരിക്കും. അത് ഒരിക്കലും ലീച്ച് ചെയ്ത് പോയില്ല. ദിസ് ഈസ് വൺ ഓഫ് ദി അതർ കേസ്, റിഡ്ജ് ആൻഡ് ഫറോ ഫോർമേഷൻ. നെക്സ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്. വാട്ടർ ഫ്ലോയിങ് കാരണമാണല്ലോ ഒറ്റയടിക്ക് വെള്ളം വരികയൊക്കെ ചെയ്യുമ്പോഴാണ് സോയിൽ ഫെർട്ടിലിറ്റി പോകുന്നത്. സോ ഇൻ ദാറ്റ് കേസ് വെള്ളം കൂടുതലുള്ള ഏരിയകളിൽ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ കൗണ്ടർ ഫാമിംഗ്. കൗണ്ടർ ഫാമിംഗ് ആണ് നമ്മൾ ടീ പ്ലാന്റേഷനിൽ കാണുന്നത്. ഇങ്ങനെ തട്ട് പോലെ ആയിരിക്കും ക്രോപ്സിൻ്റെ നട്ടിരിക്കുന്നത്, തട്ട്. സോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, എന്താ സോയിൽ ഇറോഷൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് അത്രയ്ക്കങ്ങ് മൂവ് ചെയ്യില്ല. ഒറ്റ ഫ്ലോ ആണെങ്കിൽ മണ്ണ് മൊത്തം ഒലിഞ്ഞു പോരും. ഇത് കൗണ്ടറായിട്ട് ഓരോ സർക്കിൾ രീതിയിൽ വരുമ്പോൾ നമുക്ക് അത്രയും സോയിലിൽ ലൂസ് ഉണ്ടാവില്ല. ദിസ് ഈസ് ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ലാൻഡ് സ്ലൈഡ്. ഇനി നെക്സ്റ്റ് പോർഷൻ നമുക്ക് വരുന്നത് ലാൻഡ് സ്ലൈഡ് എന്നാണ്. ലാൻഡ് സ്ലൈഡ് നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. വാട്ട് ഈസ് ലാൻഡ് സ്ലൈഡിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ഡിസിൻറ്റഗ്രേഷൻ ഓർ സ്ലൈഡിംഗ് ഡൗൺ ഓഫ് ഡെബ്രിസ്, എ ചങ്ക് ഓഫ് മൗണ്ടൻ, റോക്ക്, ഫേസ് ഓർ എനി അതർ എർത്ത് സർഫസ്. എർത്ത് സർഫസിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം, ഒരു റോക്ക് ആവാം, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡെബ്രിസ്, ഒരു കൂട്ടം അഴുക്കാവാം, വേസ്റ്റ് ആയിട്ടുള്ള സോയിലിൻ്റെ ഒരു കെട്ട്, ഇതെല്ലാം സ്ലൈഡ് ചെയ്ത് എർത്ത് സർഫസിലേക്ക്, വേറൊരു സർഫസിലേക്ക് വീഴുന്നതിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡ്യൂ ടു വോൾക്കാനിക് ഇറപ്ഷൻ, ഹെവി റെയിൻഫോൾ, എർത്ത് ക്വേക്ക് എക്സെട്ര. അത് മാൻമെയ്ഡ് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. അതിന് സം ഓഫ് ദി നാച്ചുറൽ കോസാണ് വോൾക്കാനിക് ഇറപ്ഷൻ, ഹെവി റെയിൻ, എർത്ത് ക്വേക്ക് എക്സെട്ര. ഇത് ലാൻഡ് സ്ലൈഡ് എങ്ങനെയാണ്, നമുക്കൊരു അതിൻ്റെ ആ ഫ്ലോ എങ്ങനെയാണ് ലാൻഡ് സ്ലൈഡിലേക്ക് എത്തുന്നതെന്ന് നോക്കിയാൽ, ഇറ്റ് ഇസ് ക്രോണോളജി നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സംടൈംസ് ഇറ്റ് ഇസ് ഡ്യൂ ടു വോൾക്കാനിക് ഇറപ്ഷൻ, റെയിൻഫോൾ ആൻഡ് earthquakes which is not in our control, but the things which are in our control വരുന്നതാണ് ഓവർ പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ട്രീസൊക്കെ വെട്ടി അവിടെയൊക്കെ വീട് പണി. സോ ഇറ്റ് വിൽ ലീഡ് ടു ഡിഫോറസ്റ്റേഷൻ. അപ്പോൾ ഓവർ ഡെവലപ്മെൻ്റ് ആവും, കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യും. ബട്ട് ആ ഏരിയ ചിലപ്പോൾ ഇതിനുള്ളതായിരിക്കത്തില്ല, കൾട്ടിവേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ക്രോപ്സ് വയ്ക്കാനുള്ളതായിരിക്കും. ബട്ട് നമ്മൾ അവിടുത്തെ ക്രോപ്സ് എല്ലാം നശിപ്പിച്ചു, അവിടെ വീടുകൾ പണിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് സീസണിൽ എന്താ സംഭവിക്കുക, ആ വീടെല്ലാം ഒലിച്ചങ്ങ് പോരും, ലാൻഡ് സ്ലൈഡിൻ്റെ കൂടെ അങ്ങ് പോരും. ദാറ്റ് വി ഹാവ് സീൻ ഇൻ ദ ലാസ്റ്റ് 2 years. നമ്മളുടെ ഫ്ലഡിൻ്റെ ടൈമിൽ വീടുകൾ അതേപടി ലാൻഡിൽ നിന്ന് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ ദിസ് ഇസ് വൺ ഓഫ് ദി കേസ് ഓഫ് ലാൻഡ് സ്ലൈഡ്. സോ മൂവിങ് ഓൺ ടു ദി കോസേറ്റീവ് ഫാക്ടേഴ്സ് ഓഫ് ലാൻഡ് സ്ലൈഡ്. എന്തൊക്കെയാണ് ഇതിനുള്ള കാരണം? ഓവർ യൂസ് ഓഫ് ലാൻഡ്, നേരത്തെ പറഞ്ഞ അർബനൈസേഷന് വേണ്ടി. ഓവർ പോപ്പുലേഷൻ, ഇറ്റ് ഈസ് ഓൾസോ ഡിസ്കസ്. ഡീഫോറസ്റ്റേഷൻ, ഇറ്റ് ഈസ് ഓൾസോ ഡിസ്കസ്. ദെൻ മൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ മൊത്തം നമ്മളങ്ങ് ക്ലീൻ ചെയ്തിട്ടാണ് മൈൻ ചെയ്തെടുക്കുന്നത്. മൈനിങ് വെച്ച് നമ്മൾ ഡ്രില്ലിങ് പ്രോസസ്സാണ് ചെയ്യുക. മൈൻ ചെയ്ത് ഒരു ഭാഗമായിരിക്കും കുഴിച്ച് വെച്ചിരിക്കുന്നത്. സോ ദ അതർ ഏരിയാസ് അറൗണ്ട് ഇറ്റ് വിൽ ബി ഇൻ ഹീപ്പ് പോലെ നിൽക്കും. സോ ഇൻ എനി കേസ് അവിടുന്ന് ഒറ്റ ഇടിയിലായിരിക്കും മണ്ണ് ഈ മൈൻസിലോട്ട്. ദാറ്റ് ഈസ് മൈനിങ് ഫാക്ടർ. ദെൻ വാട്ടർ ലീക്കേജ്, വെള്ളം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദാറ്റ് കേസ് ആ ലാൻഡേ ഒന്ന് കുതിർന്ന് വരും. ആ കുതിർന്ന് വരുന്ന മണ്ണ് ഒറ്റ ഒരു മഴയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറപ്ഷനോ വരുമ്പോൾ ഇത് നേരെ ഇടിഞ്ഞു വീഴും. ദാറ്റ് ഈസ് ലാൻഡ് സ്ലൈഡ്. എക്സ്കവേഷൻ നോർമലി മൈനിങ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഒരു മിനറലിന് വേണ്ടി നമ്മൾ കുഴിച്ചെടുക്കുന്നത്, സിമിലർ ടു ദ മൈനിങ്. ദെൻ സ്ലോപ്പ് ഓവർലോഡ് ആയാലും അങ്ങനെയുണ്ട്. ഇങ്ങനെ സ്ലോപ്പിലായിരിക്കും നമ്മൾ ഈ വീടുകളും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ സ്ലോപ്പുകൾ എപ്പോഴും ഒരു ലാൻഡ് സ്ലൈഡിന് പ്രോൺ ആയിട്ടുള്ള ഏരിയയാണ്. ദാറ്റ് ഈസ് അനദർ കേസ് ഓഫ് ലാൻഡ് സ്ലൈഡ്. ഇപ്പം നമ്മൾ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞു, ബാക്കിയുള്ള ഫീച്ചേഴ്സ് ലാൻഡ് റിസോഴ്സസും ഡിസ്കസ് ചെയ്തു. നൗ
വാട്ട് ഇസ് ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്? നമ്മളുടെ റോളാണ്, നമ്മളാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് കൺസേർവ് ചെയ്യണം. വൈ വി ആർ കൺസേർവിങ്? അത് നോൺ റിന്യൂവബിൾ ആണ്, ബട്ട് ഇറ്റ് വൺസ് ഡിപ്ലീറ്റഡ് അത് ഇറ്റ് വിൽ ടേക്ക് മില്യൺസ് ഓഫ് ഇയർ ടു ഗെറ്റ് റിപ്ലെനിഷ്. തിരിച്ചത് കിട്ടാൻ വേണ്ടി കുറേ വർഷങ്ങളെടുക്കും, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. സോ നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഒരു സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ വി ക്യാൻ സസ്റ്റൈനബിളി യൂസ് ദ നാച്ചുറൽ റിസോഴ്സ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻ. ഫസ്റ്റ് നമ്മൾ എങ്ങനെ എനർജി കൺസേർവ് ചെയ്യും? ഏതൊക്കെ രീതിയിൽ? സോളാർ ഹീറ്റർ യൂസ് ചെയ്യുക കുക്കിങ്ങിന് വേണ്ടി. അതേപോലെ റീഫോറസ്റ്റ് ചെയ്യുക. നമ്മൾ വെട്ടിയ കുറേ മരങ്ങളുണ്ട്. ഇൻ ദാറ്റ് കേസ് നമ്മൾ എന്തെങ്കിലും ബാരൽ ലാൻഡ് കണ്ട റീഫോറസ്റ്റേഷൻ ചെയ്യുക. ഇറ്റ് ഈസ് നോർമലി പ്രാക്ടീസ്. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഡേ അല്ലെങ്കിൽ എർത്ത് ഡേ എന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഈ റീഫോറസ്റ്റേഷൻ. സ്കൂളുകളിലും ചെയ്യാറുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ ചെടികൾ കൊടുത്തു വിടും, അത് വീട്ടിൽ കൊണ്ടുപോയി നടും. ഇൻ എനി ലാൻഡ് യു ക്യാൻ പ്ലാന്റ് ചെടികൾ നടുന്നതിന് നമുക്ക് ഒരു ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. വി ക്യാൻ ഡു ഇറ്റ് അവർ സെൽഫ്. ദെൻ ലെസ്സർ യൂസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് കാരണമാണ് നമ്മൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാർബൺ ഡയോക്സൈഡാണ് ഇതിനൊക്കെ കാരണം. നമ്മുടെ എനർജി റിസോഴ്സസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ കുറേ ഇതുണ്ട്. അതേപോലെ നമ്മൾ മോട്ടോർ വെഹിക്കിൾസ് എനർജി ആയിട്ട് നമ്മളുടെ അതേപോലെ പെട്രോൾ, ഡീസലെല്ലാം യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സ്കൂട്ടറാണെങ്കിലും കാറാണെങ്കിലും. സോ ഇഫ് യു ആർ സ്വിച്ചിങ് ഓൺ ടു സം വെഹിക്കിൾസ് വിച്ച് ഡസൻ യൂസ് ദ പെട്രോൾ, CNGയിൽ വർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകളുണ്ട്, കാറുകളുണ്ട്, ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന. ഇഫ് യു ആർ സ്വിച്ചിങ് ഓൺ ടു ദം, ഇറ്റ് ക്യാൻ ദസ് കൺസേർവ് ദ എനർജി. നെക്സ്റ്റ് വൺ ഇസ് കൺസർവേഷൻ ഓഫ് വാട്ടർ. എങ്ങനെയാണ് വാട്ടർ കൺസേർവ് ചെയ്യാൻ പറ്റുന്നത്? യൂസ് മിനിമം വാട്ടർ ഫോർ ഓൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് വളരെ കുറവ് യൂസ് ചെയ്യാം വാട്ടർ. നമുക്ക് വേണമെങ്കിൽ അത് റീയൂസ് ചെയ്യാം. ഒരിടത്ത് യൂസ് ചെയ്ത വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് യൂസിന് ചെയ്യാം. നമ്മൾ ചില പ്ലാന്റ്സിലൊക്കെ കാണാറുണ്ട്. പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന വെള്ളത്തിന് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ പ്ലാനിൽ ഡൈയുടെ ഒരു ഫേം വർക്ക് ചെയ്യുന്നുണ്ട്. ഡൈക്ക് വേണ്ടിയിട്ട് നിറയെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ബട്ട് ആഫ്റ്റർ ദ എഫ്ലുവൻറ്റ് ഫ്രം ദ ഡൈ ഫാക്ടറി വിൽ ബി ക്രൂഡ് ഓയിലിൻ്റെ രൂപത്തിലായിരിക്കും നമുക്ക് അതിൻ്റെ വേസ്റ്റ് കിട്ടുന്നത്, സീവേജ്. ബട്ട് നോർമലി നമ്മുടെ ഫാക്ടറീസ് ചെയ്യുന്ന അത് ഏതെങ്കിലും ഒരു വാട്ടർ ബോഡീസിലെങ്കിൽ തള്ളും. ബട്ട് ഇറ്റ് ഷുഡിൻ ബി ഡൺ. അതിന് പകരം ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചിട്ട് ആ വെള്ളം ക്ലീൻ ചെയ്ത് ക്രോപ്പ് കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യാം. by converting, that is minimum use of water for domestic purpose. Then use drip irrigation എന്ന് പറഞ്ഞാൽ ഓരോ ക്രോപ്പിനായിട്ട് അതിൻ്റെ റൂട്ടിൽ കൊണ്ടുപോയി വെള്ളം കൊടുക്കുന്നത്. നോർമൽ ഒരു ഫ്ലഡ് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിങ്കിൾ ഇറിഗേഷൻ, പല ടൈപ്പ് ഇറിഗേഷൻ ഉണ്ട്. ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് ഏരിയയിൽ മൊത്തത്തിൽ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണ്ട ചെടികൾ എടുക്കുക, ഇങ്ങനെ കൊടുക്കുന്ന ഫ്ലഡ് ഇറിഗേഷൻ. ബട്ട് അതിൽ കുറേ വെള്ളം ആ ചെടികൾക്ക് ആവശ്യം ഉണ്ടാവില്ല. സോ ഇറ്റ് ഗെറ്റ് സീവ്ഡ് ഇൻ ടു ദ സോയിൽ. അതിന് പകരം നമ്മൾ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ വരും. എന്ന് വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് ഒരു സ്പ്രിങ്ക്ലർ വെക്കും ഒരു ഫീൽഡിൻ്റെ നടുക്ക്. ആൻഡ് ഇറ്റ് വിൽ ബി സ്പ്രെഡിങ് വാട്ടർ, ഒരു ഫൗണ്ടൻ പോലെ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ആൻഡ് ഗിവിങ് വാട്ടർ ഫോർ ദ പ്ലാന്റ്സ്. അനദർ കേസാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഏറ്റവും കൂടുതൽ വാട്ടർ കൺസേർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പ്ലാന്റിൻ്റെ റൂട്ട് കോഴ്സ് വരെ ഒരു പൈപ്പ് ഇടും. എന്നിട്ട് പൈപ്പിനൊരു നോസിൽ ആ റൂട്ടിൽ വയ്ക്കും. സോ ഓൺലി ദ റിക്വയർഡ് വാട്ടർ ഫോർ ദ പ്ലാന്റ് വിൽ ബി ഗിവൺ. ഒട്ടും വാട്ടർ ലീക്കേജ് ഉണ്ടാവില്ല. ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കൺസർവേഷൻ ഓഫ് വാട്ടർ. നെക്സ്റ്റ് വൺ, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. നേരത്തെ പറഞ്ഞു, ഈ ഒരു ഫാക്ടറിയിലെ സീവേജ് ട്രീറ്റ് ചെയ്തിട്ട് ആ വെള്ളം പിന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ കൺസേർവ് വാട്ടർ. ദാറ്റ് വൺ. ദെൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം കേട്ടിട്ടില്ലേ? ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മളുടെ മഴവെള്ളം കുറേ ഉണ്ട്, ബട്ട് വി ആർ നോട്ട് യൂട്ടിലൈസിങ് ഇറ്റ് വിൽ ലോസ്റ്റ് ഇൻ ദ സോയിൽ ഇറ്റ് സെൽഫ്. അതിന് പകരം വീട്ടിലോ ഫാക്ടറികളിലോ ഒരു ഹാർവെസ്റ്റിംഗ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വാട്ടർ റീയൂസ് ചെയ്യാൻ പറ്റും. ദെൻ ചെക്ക് വാട്ടർ ലീക്സ് ഇൻ പൈപ്സ്. ചില പൈപ്പുകളൊക്കെ പൊട്ടി കിടപ്പുണ്ടാവും. വി ഡോണ്ട് കെയർ. നമ്മൾ ശരിക്കും ചെയ്യുന്നത് അങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ടെങ്കിൽ വിട്ടുകളയും, മൈൻഡ് ചെയ്യത്തില്ല. ബട്ട് അങ്ങനെ ചെയ്യാതെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. ദീസ് ആർ ദി ways in which we can conserve the energy and also water. Today നമ്മൾ സെഷൻ എൻഡ് ചെയ്യാം. So we have started with land resources. What are the pattern of land utilization? എന്താണ് നാച്ചുറൽ റിസോഴ്സ്, എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, ദാറ്റ് സോയിൽ എങ്ങനെ സേവ് ചെയ്യും, അതിൻ്റെ ഫെർട്ടിലിറ്റി ലൂസ് ചെയ്യുന്ന കാര്യത്തിനെയാണ് സോയിൽ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്താണ്, the ways in which we can prevent and control this land degradation, and also we have discussed some of the ways in which we can conserve energy and water. ഇനി നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമുക്ക് ബാക്കി
ഓരോ റിസോഴ്സ് എങ്ങനെ സേവ് ചെയ്യും, ഏതൊക്കെ നാച്ചുറൽ റിസോഴ്സ് എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ടുഡേ ദസ് നോ അസൈൻമെൻറ്റ്. പക്ഷേ നിങ്ങളിതിന് നോട്ട്സ് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. ദാറ്റ്സ് ഓൾ. ഞാൻ ഈ കൺസർവേഷൻ ഓഫ് എനർജിയിലൊക്കെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദർ ആർ മച്ച് മോർ പോയിന്റ്സ്. നിങ്ങളൊന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി പോയിന്റ്സും കിട്ടും. സോ ദിസ് ഇസ് ദ എൻഡ് ആൻഡ് താങ്ക് യു.